ഈ മുട്ട എങ്ങനെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നതേ ഒരു സാധനം ഉണ്ടാക്കാൻ എന്താ അറിയോ? മുട്ട ബജ്ജി. ഈ മുട്ട ബജ്ജിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, അത്യാവശ്യം എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. കഥ പറച്ചിലൊക്കെ നിർത്തി കാര്യത്തിലേക്ക് വരട്ടെ. ആദ്യം തന്നെ കുറച്ച് കടലപ്പൊടി, പിന്നെ ഇത്തിരി അരിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കായപ്പൊടിയും. ഞാനിതിൽ എക്സ്ട്രാ ചേർത്തത് കുറച്ച് ഉള്ളിയും. ശരിക്കും മുട്ട ബജ്ജിയിൽ ഉള്ളീൻ്റെ ആവശ്യമൊന്നുമില്ല, പിന്നെ ഞാനൊരു ഭംഗിക്ക് ചേർത്തതാണ്. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ പാകം ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ എനിക്കിതിൽ ഇത്തിരി മുളക് പൊടി കുറവാണോ തോന്നിയെടുക്കണം, ഞാൻ ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ട്. ആദ്യം മുട്ട പുഴുങ്ങാൻ വെച്ചതുകൊണ്ടുള്ള കാര്യം ഇതാണ്. കാരണം ഇതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് മുട്ട പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. അത് 2 കഷ്ണാക്കി മുറിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി അതിൻ്റെ മുകളിൽ വിതറുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ കടലമാവിൻ്റെ മിക്സിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുക, പൊരിച്ചെടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ഇടുമ്പോഴത്തേക്ക് ഇത് നല്ല ക്രിസ്പി ആയി കിട്ടും കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും കേട്ടോ. ഉള്ളൊന്നും അധികം വേവാനില്ലാത്തതുകൊണ്ട് പെട്ടെന്നായി കിട്ടുന്നുണ്ട്. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ചൂടോടെ നല്ല ടേസ്റ്റി ആയിട്ട് അതും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ മുട്ട ബജ്ജി എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ചൂട് തണിഞ്ഞു പോകുന്നതിൻ്റെ മുന്നേ തന്നെ കഴിക്കണം, അതാണ് ടേസ്റ്റ്. പിന്നെ ഇന്ന് ഉള്ളി എക്സ്ട്രാ ഇട്ടതുകൊണ്ടാണോ എന്നറിയില്ല, മുട്ട ബജ്ജിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. പറഞ്ഞേ കേട്ടില്ലേ, സൂപ്പറാന്ന്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.